താഴ്വര ഭാഗം 25. ചികിത്സാമുറിയുടെ മൺതറയിൽ നീണ്ട സ്വർണവരകൾ പതിപ്പിച്ചുകൊണ്ട് പാതി തുറന്ന തടിവാതിലിലൂടെ പ്രഭാത വെളിച്ചം അരിച്ചിറങ്ങി. താരിൻ ചുമരിനോട് ചേർന്നൊരു പീഠത്തിൽ നിശബ്ദനായിരുന്നു. അവന്റെ പുറം ചെറുതായി കൂനിക്കൂടിയിരുന്നു. അവന്റെ കുറുപ്പുകൾ അവന്റെ മടിയിൽ വച്ചിരുന്നു. അവന്റെ വിരലുകൾ ഇടയ്ക്കിടെ അതിന്റെ പുറം ചട്ടയിൽ അശ്രദ്ധമായി ഓടിച്ചു. തലേ ദിവസത്തെ ചിന്തകൾ ആവർത്തിച്ച് മനസ്സിലേക്ക് തിരിച്ചെത്തി. അവന്റെ മുറിയിലെ പെട്ടെന്നുള്ള ഇളക്കം, ഇരുട്ടിലേക്ക് വഴുതിമാറുന്ന നിഴൽ, ചിതറിക്കിടന്ന കുറിപ്പുകൾ. അവൻ രാത്രിയിൽ ഉറങ്ങിയിരുന്നില്ല. പേടിയായിരുന്നു. കിടക്കുമ്പോൾ അവന്റെ കുറിപ്പുകൾ ചേർത്ത് പിടിച്ചിരുന്നു. പുറത്തുള്ള ഓരോ ശബ്ദവും അവനെ ഭയപ്പെടുത്തി. ഓരോ ചെറിയ അനക്കവും അവൻ ശ്രദ്ധിച്ചു. സൂര്യോദയത്തിനു മുമ്പ് അവന്റെ കുറിപ്പുകളെല്ലാം ഉള്ളിലെ വസ്ത്രത്തിൽ ഒരു വള്ളിനൂല് കൊണ്ട് കെട്ടിസൂക്ഷിച്ചു. ജയൻവറിന്റെ ചികിത്സാ സ്ഥലത്ത് അവ അവന്റെ മടിയിൽ ഭദ്രമായി വച്ചു. തലേ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് അവൻ ജയൻവറിനോട് പറഞ്ഞിരുന്നില്ല. അതേസമയം ജയൻവർ ഇതിനകം അവന്റെ മൂന്നാമത്തെ രോഗിയെ ചികിത്സിക്കുകയായിരുന്നു. അവന്റെ ചലനങ്ങൾ കൃത്യതയോടെയായിരുന്നു. അവൻ ഒരിക്കലും തിരക്ക് കൂട്ടിയില്ല. ഒരു കൊച്ചുകുട്ടിയുടെ തുടർച്ചയായ ചെവിവേദന അവന്റെ നേർത്ത മുളംകുഴലുകളിൽ ഒന്നുപയോഗിച്ച് നിർണയിക്കുകയും മറ്റൊരു സ്ത്രീയുടെ ശ്വാസതടസ്സം പരിശോധിക്കാൻ മൂക്കിന്റെ വശത്ത് മറ്റൊരു കുഴൽ പതിയെ വെച്ച് പരിശോധിക്കുകയും ചെയ്തു. അകത്തെ വായുവിന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആഴത്തിൽ ശ്വാസമെടുക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. പിന്നെ അവൻ ഉണങ്ങിയ വള്ളിനൂലുകൾ ഉപയോഗിച്ച് അവളുടെ ഉള്ളിലെ രക്തചംക്രമണത്തിന്റെ താളം വായിക്കാൻ തുടങ്ങി. താരിനത് നോക്കി നിന്നു. പക്ഷേ പലപ്പോഴും അവന്റെ മനസ്സ് കാഴ്ചകളിൽ നിന്നും തെന്നിമാറി. അവൻ ശ്രദ്ധയോടെ തുടരാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ നോട്ടം ജനലുകളിലേക്ക് നീണ്ടുപോയി. മറ്റൊരു നിഴൽ പ്രത്യക്ഷപ്പെടുമെന്ന് പാതി പ്രതീക്ഷിച്ചിരുന്നു. അവന്റെ വിരലുകൾ കുറുപ്പുകളിൽ കൂടുതൽ മുറുകെ പിടിച്ചു. പിന്നെ ഒരു പുതിയ രോഗി പ്രവേശിച്ചു. മെലിഞ്ഞ ക്ഷീണിച്ച ശരീരവും വർഷങ്ങളോളം വെയിലുകൊണ്ട് ചുരുണ്ട ചർമ്മവുമുള്ള ഒരു സ്ത്രീ, മധ്യവയസ്ക. ഒരു കൈകൊണ്ട് അവളുടെ വശം താങ്ങിക്കൊണ്ട് പതിയെ നടന്നു. ജയൻവർ അവന്റെ മുന്നിലുള്ള നെയ്ത പായയിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അവൾ ഇരുന്നു. അവളുടെ വയറ്റിൽ വാരിയെല്ലിന് താഴെയായി തൊട്ടുകൊണ്ട് പറഞ്ഞു, "എന്റെ വയറ്റിൽ വേദനയുണ്ട്. ചിലപ്പോൾ ഇത് കുറയും, ചിലപ്പോൾ കൂടും. ഭക്ഷണം കഴിക്കുമ്പോൾ എരിയും. പല ആഴ്ചകളായി തുടങ്ങിയിട്ട് ഒരുപാട് പേരെ കാണിച്ചു. അവരെനിക്ക് കൈപ്പേറിയ പാനീയങ്ങളും തിളപ്പിച്ച ഇലകളും തന്നു." അവൾ സംസാരിക്കുമ്പോൾ ജയൻവർ തലയാട്ടുക മാത്രം ചെയ്തു. അവ ഏതെങ്കിലും സഹായിച്ചോ? അവ എന്നെ കൂടുതൽ മോശമാക്കി. ഒരാളിത് പിത്തച്ചൂടാണെന്ന് പറഞ്ഞു. മറ്റൊരാൾ വയറ്റിൽ തണുപ്പുണ്ടെന്ന് പറഞ്ഞു. ജയൻവർ തലയാട്ടി. അവൻ മുന്നോട്ട് ചാഞ്ഞ് ചെറിയ ഒരു പരന്ന പിച്ചളപാത്രം എടുത്തു. നാക്ക് പുറത്തേക്ക് നീട്ടാൻ അവളുടെ നേർക്ക് ആംഗ്യം കാണിച്ചു. സ്ത്രീ അവളുടെ നാക്ക് നീട്ടി. അവൻ പാത്രം ചെറുതായി ചരിച്ച് വെളിച്ചം അതിൽ തട്ടാൻ അനുവദിച്ചു. അവൻ നാവിന്റെ ഘടന, നിറം, വിള്ളലുകൾ എന്നിവ പരിശോധിച്ചു. അവളുടെ നാവിന്റെ പിന്നിൽ നേർത്ത രേഖീയ വിള്ളലുകൾ ഉണ്ടായിരുന്നു. നടുവിൽ വിളറിയ ഒരു ആവരണമുണ്ടായിരുന്നു. അവൻ പാത്രം മാറ്റിവെച്ച് അവളെ പിന്നിലേക്ക് കിടക്കാൻ ആംഗ്യം കാണിച്ചു. അവൾ അനുസരിച്ചു. പതിയെ അവൻ ഒരു കൈ അവളുടെ വയറ്റിൽ വെച്ചു. പിന്നെ മറ്റേ കൈ വ്യത്യസ്ത ഭാഗങ്ങളിൽ പതിയെ അമർത്തി. അവൻ കൈപ്പത്തികൾ അവളുടെ ഇടതുവാരിയെല്ലിന് താഴെയായി നിശ്ചലമാക്കി കണ്ണുകൾ അടച്ചു. ഒരുപാട് നേരം അവനൊന്നും പറഞ്ഞില്ല. അവൻ വെറുതെ സ്പർശിച്ചറിഞ്ഞു. അവന്റെ കൈകളിൽ ചൂടനുഭവപ്പെട്ടു. വീക്കമുണ്ടായിരുന്നില്ല. കട്ടിയായ മുഴയില്ല. എന്നിട്ടും എന്തോ ശരിയായി ഒഴുകുന്നുണ്ടായിരുന്നില്ല. താരിൻ. ജയൻവർ കണ്ണുകൾ തുറക്കാതെ വിളിച്ചു. താരിൻ പ്രതികരിച്ചില്ല. അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അല്പം ഉച്ചത്തിൽ ജയൻവർ ചോദിച്ചു, "നീ ശ്രദ്ധിക്കുന്നില്ലേ?" താരിൻ കണ്ണിറുക്കി തലയുയർത്തി നോക്കി. "അതെ, ഞാൻ ശ്രദ്ധിക്കുന്നു." "വരൂ," ജയൻവർ പറഞ്ഞു. "ഈ ഭാഗത്ത് സ്പർശിച്ചറിയൂ. പതിയെ, ഇവിടെ മാത്രം." താരിൻ എഴുന്നേറ്റു. കുറുപ്പുകൾ പിന്നിലേക്ക് നീക്കി. അവൻ സ്ത്രീയുടെ അരികിലിരുന്നു. അവളുടെ വാരിയെല്ലിന് താഴെയായി അവൻ കൈവച്ചു. "നിനക്കെന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ?" താരിൻ പതിയെ അമർത്തി. ചർമ്മത്തിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു. "വീക്കമില്ല," അവൻ പറഞ്ഞു. "പക്ഷെ ചൂടുണ്ട്. പനി പോലെയില്ല. അത് കൂടുതൽ ആഴത്തിലാണ്." ജയൻവർ തലയാട്ടി. "കൃത്യം. ഉപരിതലത്തിൽ ചൂടില്ല. പക്ഷെ ഉള്ളിൽ എന്തോ കത്തുന്നുണ്ട്. ദൃശ്യമായ തീയല്ല, പുകയുന്ന ഒന്ന്. ഇത് പിത്തച്ചൂടല്ല, ഇത് വിഷാഗ്നിയാണ്." താരിൻ നെറ്റി ചുളിച്ചു. ആ വാക്ക് അവൻ അപരിചിതമായിരുന്നു. ജയൻവർ പിന്നോട്ടിരുന്നു. പിന്നീട് താരിന് മനസ്സിലാക്കാൻ കൂടുതൽ വിശദീകരിച്ചു. "ഈ രോഗം തിരിച്ചറിയാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചികിത്സിക്കാൻ എളുപ്പമല്ല. ഇത് മറ്റുള്ള രോഗങ്ങളെ അനുകരിക്കുന്നു. പക്ഷേ ഇതിന്റെ വേര് കൂടുതൽ സൂക്ഷ്മമാണ്. ദഹിക്കാത്ത മാലിന്യം അമ്ലാംശമാകുമ്പോഴാണിത് വരുന്നത്. അത് കുടലിലിരുന്ന് അഴുകാൻ തുടങ്ങുന്നു. അത് സംസ്കരിക്കപ്പെടുന്നില്ല, പുറന്തള്ളപ്പെടുന്നില്ല, കുടുങ്ങിക്കിടക്കുന്നു.
കാലക്രമേണ അത് ഉള്ളിൽ നിന്ന് ദ്രവിപ്പിക്കുന്നു. അവൻ സ്ത്രീക്ക് നേരെ ആംഗ്യം കാണിച്ചുകൊണ്ട് തുടർന്നു. അവളുടെ ശരീരം ഭക്ഷണം വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യുന്നു. ഉപരിതലത്തിൽ ദഹനം ശക്തമായി തോന്നുന്നു. പക്ഷെ അതിന് ക്ഷമയില്ല. അവൾക്ക് പലപ്പോഴും വിശപ്പുണ്ടാകും. എന്നിട്ടും വയർ വീർത്തിരിക്കും. കാരണം ഭക്ഷണത്തിന്റെ പുറംപാളി സംസ്കരിക്കപ്പെടുന്നു. കാതൽ നിലനിൽക്കുന്നു. അതഴുകുന്നു. താരിൻ മുന്നോട്ടു ചാഞ്ഞു. ആകാംക്ഷയോടെ ചോദിച്ചു, അപ്പോൾ വേദന വരുന്നത്? ശരീരത്തിന് നീക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് നീക്കാൻ ശ്രമിക്കുന്നതാണ്. ജയൻവർ മറുപടി പറഞ്ഞു. താഴത്തെ കുടലുകൾ വരണ്ടതാണ്. വഴി തടസ്സപ്പെട്ടിരിക്കുന്നു. അതിനാൽ ചൂടുയരുന്നു. അത് മുകളിലേക്ക് തള്ളുന്നു. വയറ്റിലേക്കും നെഞ്ചിലേക്കും അമർത്തുന്നു. താരിന്റെ ആകാംക്ഷ കൂടി. അവളുടെ കണ്ണുകളിലെ മഞ്ഞ നിറം ഞാൻ ശ്രദ്ധിച്ചു. അവൻ പറഞ്ഞു, കരൾ ബുദ്ധിമുട്ടുകയാണ്. അത് മാലിന്യം പുറന്തള്ളാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിന് സാധിക്കുന്നില്ല. അതിനാൽ ശരീരം ശ്വാസത്തിലൂടെയും ചർമ്മത്തിലൂടെയും അത് പുറത്തേക്ക് തള്ളുന്നു. ജയൻവർ വള്ളിനൂലുകളെടുത്തു സ്ത്രീയുടെ കൈത്തണ്ടയിൽ പതിയെ ചുറ്റി അവന്റെ വിരലുകൾ അമർത്തി കാത്തിരുന്നു. കരളിന്റെ നാഡി മൂർച്ചയുള്ളതാണ്, നേർത്തതാണ്. എന്നാൽ അത് ദുർബലമല്ല, ശക്തവുമല്ല. അത് മിന്നുന്നു. താരിൻ തന്റെ പുസ്തകം തുറന്ന് വേഗത്തിൽ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നു. നാവിന്റെ വിള്ളലുകൾ വരൾച്ച കാണിക്കുന്നു. വെളുത്ത ആവരണം, അത് അവശിഷ്ടമാണ്. തീക്കതിനെ തകർക്കാൻ കഴിയില്ല. അതിനാൽ അത് കുഴിച്ചിടുന്നു. അത് വെളിച്ചമില്ലാതെ കത്തുന്നു. താരിൻ പിന്നോട്ടിരുന്നു. അവന്റെ കണ്ണുകൾ വിടർന്നു. ഇതെങ്ങനെ ചികിത്സിക്കും? അവൻ ചോദിച്ചു. ജയൻവർ എഴുന്നേറ്റു. മിക്കവരും ശരീരത്തെ തണുപ്പിക്കും. അത് തെറ്റാണ്. തണുപ്പിക്കുന്നത് തീയെ നിർത്തുന്നു. പക്ഷെ അവൾക്കത് ആവശ്യമാണ്. നമ്മൾ തീ കെടുത്തുന്നില്ല. അത് ശരിയായി കത്തിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നു. അവൻ ഒരു ഭരണി തുറന്ന് ഒരു ചെറിയ കൂമ്പാരം ഔഷധങ്ങൾ ഒരു തുണിയിലേക്ക് തട്ടി. തിക്തലവണ, അവൻ പറഞ്ഞു. കൈപ്പേറിയ കൂട്ട്. അവശിഷ്ടം നീക്കാൻ ഒരു നുള്ളുപ്പ് കൂടി ചേർക്കണം. ഇത് തീ കെടുത്താനല്ല, അതിനെ നയിക്കാൻ. അവൻ 2 ചേരുവകൾ കൂടി ചേർത്തുകൊണ്ട് പറഞ്ഞു. കേസിൽ മരത്തുലിയും ഓർമുക്കുവേരും തിളപ്പിക്കുക. ഒന്ന് കൈപ്പേറിയത്, ഒന്ന് നേരിയത്. 2 തുള്ളി തോരുളെണ്ണ ചേർക്കുക. അത് ആവരണത്തിൽ പുരട്ടുന്നു. അവളുടെ ആവരണം ഇതിനകം നേർത്തതാണ്. നമ്മൾ തീ താഴേക്ക് നീങ്ങാൻ അനുവദിക്കുന്നു. അവൾ ഇത് 5 രാത്രി കഴിക്കും. ഭക്ഷണങ്ങൾക്കിടയിലോ? താരിൻ വീണ്ടും ചോദിച്ചു. തിളപ്പിച്ച വെള്ളം, രാത്രിയിൽ കാർമിവേര്. അവൻ മിശ്രിതം ഒരു തുണിയിൽ പൊതിഞ്ഞ് സ്ത്രീക്ക് കൈമാറി. ലളിതമായി വിശദീകരിച്ചു. അവൾ തലയാട്ടി. എന്നിട്ട് താഴ്മയോടെ കുനിഞ്ഞു. പിന്നെ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവളുടെ ചുവടുകൾ മുമ്പത്തേക്കാൾ സ്ഥിരതയുള്ളതായിരുന്നു. താരിൻ മുട്ടുകുത്തിയിരുന്നു. ജയൻവർ എത്ര സൂക്ഷ്മമായും സൗമ്യമായും തെറ്റിദ്ധാരണകളുടെ പാളികൾ നീക്കം ചെയ്തു എന്ന് കണ്ടമ്പരന്നു. സങ്കീർണമായ യന്ത്രങ്ങളില്ല, അനാവശ്യ ഔഷധങ്ങളില്ല. കേൾക്കൽ മാത്രം, സ്പർശിച്ചറിയൽ. എരിയുന്നതിനെ എങ്ങനെ കെടുത്താതിരിക്കണം, പക്ഷെ അതിനെ എങ്ങനെ തിളങ്ങാൻ പഠിപ്പിക്കണം. ഇതെല്ലാം ഒരത്ഭുതമായി തോന്നി താരിന്. അവനിൽ അഗാധമായ മതിപ്പുളവാക്കി. ജയൻവർ ചികിത്സിക്കുക മാത്രമല്ല, അവൻ രോഗത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നു. ചികിത്സ വെറും ചേരുവകളെക്കുറിച്ചല്ല, താളങ്ങൾ, ശീലങ്ങൾ, വികാരങ്ങൾ, സമയം എന്നിവയെക്കുറിച്ചാണെന്ന് താരിൻ മനസ്സിലാക്കാൻ തുടങ്ങി. അവനെല്ലാം കുറിച്ചു. എന്നിട്ട് ഒരു വരിക്ക് 2 തവണ അടിവരയിട്ടു. തീയെ നയിക്കണം, കെടുത്തരുത്. അവന്റെ ചിന്തകൾ ചിതറിക്കിടന്ന താളുകളിൽ നിന്നും രാത്രിയിലെ നിഴലുകളിൽ നിന്നും പൂർണ്ണമായും മാറിയിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം ജയൻവർ അവന്റെ ഇരിപ്പിടത്തിൽ തിരിച്ചെത്തി കൂടുതൽ രോഗികളെ കണ്ടു തുടങ്ങി. താരിൻ വീണ്ടും അവന്റെ അരികിലിരുന്നു. അവൻ കൂടുതൽ ശ്രദ്ധാലുവായി. അവന്റെ പുസ്തകം മടിയിൽ ഉറപ്പിച്ചു. കണ്ണുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ജയൻവർ വിവരിച്ച ഓരോ ലക്ഷണവും, പരിശോധിച്ച ഓരോ നാഡിയും, ചോദിച്ച ഓരോ ചോദ്യവും അവൻ നിശബ്ദമായ ശ്രദ്ധയോടെ ആഗിരണം ചെയ്തു. അവൻ ജയൻവറിന്റെ നിരീക്ഷണങ്ങൾ തലയധികം ഉയർത്താതെ എഴുതി. ചില അപൂർവ ശൈലികൾക്ക് അടിവരയിടുകയോ മുമ്പ് കേട്ടിട്ടില്ലാത്ത പ്രതിവിധികൾക്ക് ചുറ്റും വട്ടമിടുകയോ ചെയ്തു. ദിവസത്തിന്റെ 2ാം പകുതിയിൽ വന്ന രോഗികൾ അധികമുണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ രോഗത്തിനും താഴ്വരയിൽ അവൻ കണ്ടിട്ടില്ലാത്ത സങ്കീർണതകൾ ഉണ്ടായിരുന്നു. ചൂടും കാറ്റും, അല്ലെങ്കിൽ കൈപ്പേറിയതും തണുപ്പും എന്നതിനെക്കുറിച്ചുള്ള പഴയ ധാരണ ഇവിടെ ചേരുന്നതായി തോന്നിയില്ല. ഇത് വൈദ്യശാസ്ത്രത്തിന്റെ മറ്റൊരു ലോകമായിരുന്നു. അവൻ അവ ഓരോന്നും മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അവസാനത്തെ രോഗി പോയ ശേഷം ജയൻവർ ഒരു ദീർഘനിശ്വാസത്തോടെ പിന്നോട്ട് ചാരി. കൈകൾ സാവധാനം നിവർത്തി. മുറി കൂടുതൽ ശാന്തമായിരുന്നു. വായു കൂടുതൽ തണുപ്പുള്ളതായിരുന്നു. ഇനി നമുക്ക് നിന്റെ ഏതെങ്കിലും കണ്ടെത്തലുകൾ പരിശോധിക്കാം, ജയൻവർ പറഞ്ഞു. താരിൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സഞ്ചി തുറന്ന് 3 ചെറിയ സഞ്ചികൾ തടിമേശപ്പുറത്ത് ശ്രദ്ധാപൂർവം വെച്ചു. അവൻ പതിയെ സംസാരിക്കാൻ തുടങ്ങി. ഇതൊരു എണ്ണയാണ്. ഇത് ത്വക്കുവീക്കത്തിനു വേണ്ടിയുള്ളതാണ്. പിന്നീട് ഒരു പെട്ടി തുറന്ന് അതിലുണ്ടായിരുന്ന പൊടി ഒരു മടക്കിയ തുണിയിലേക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് ഉണങ്ങിയ മരത്തൊലിപ്പൊടിയാണ്.
ചില മുതിർന്നവർക്ക് ആഴത്തിലുള്ള സന്ധിവാതത്തിന് ഇത് സഹായിച്ചതായി ഞാൻ കണ്ടു. പിന്നെ ഇത് അവൻ മൂന്നാമത്തേത് ശ്രദ്ധാപൂർവം അഴിച്ചു. ഒരു കുഴമ്പാണ്. തേനുമായി ചേർത്താണ് ഇത് കഴിക്കേണ്ടത്. രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. അതാണ് ഞാൻ കണ്ടത്. ജയൻവർ ആദ്യമൊന്നും പറഞ്ഞില്ല. അവൻ കുഴമ്പ് തുറന്ന് അതിലേക്കൊരു നേർത്ത കോൽ മുക്കി. പിന്നീട് ഒരു ചെറിയ പാത്രത്തിലെ ചുണ്ണാമ്പ് നീരിലേക്ക് അതിൽ കുറച്ചിട്ട് കാത്തിരുന്നു. കുഴമ്പിരുണ്ടു. സാവധാനം മങ്ങിയ തവിട്ടു നിറത്തിൽ നിന്ന് കടും പച്ചയായി മാറി. ഒരു നല്ല സൂചന, ജയൻവർ പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മളിവിടെ വീര്യം പരിശോധിക്കുന്നത്. പിന്നെ അവൻ എണ്ണക്കുപ്പിയുടെ അടപ്പ് തുറന്ന് അവന്റെ യുവശിഷ്യന്മാരിൽ ഒരാളുടെ നേർക്ക് തിരിഞ്ഞു. കൈത്തണ്ടയിൽ പാടുകളുള്ള ഒരു കുട്ടി. അവൻ എണ്ണ പതിയെ അവന്റെ പാടുകളിൽ തേച്ചു പിടിപ്പിച്ചു. എന്നിട്ട് അവനോട് അടുത്തിരിക്കാൻ പറഞ്ഞു. അല്പനേരത്തിന് ശേഷം നമുക്കത് വീണ്ടും പരിശോധിക്കാം. ജയൻവർ തിരിഞ്ഞ് വിരലുകൾ ഒരുമിച്ച് തിരുമി അവശിഷ്ടം സ്പർശിച്ചറിഞ്ഞു. ആഗിരണം ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ്. നീ ഇതിലെന്തെല്ലാമാണ് ഉപയോഗിച്ചത്? താരിൻ മടിച്ചു. 2 തവണ തിളപ്പിച്ച എള്ള്, പിന്നെ തേർമൽ വേരിന്റെ ഒരു കഷ്ണം. തണുപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ്. ജയൻവർ അവനെ നോക്കി പുരികം ചെറുതായി ഉയർത്തി. ഇതൊരു തുടക്കക്കാരന്റെ ശ്രമങ്ങളല്ല. നിന്റെ അനുപാതങ്ങൾ കൃത്യമാണ്. താരിൻ വിനയത്തോടെ തലതാഴ്ത്തി. വേനൽക്കാലത്ത് സസ്യങ്ങൾ മരിക്കുന്നതും വീണ്ടും വളരുന്നതും കണ്ടാണ് ഞാൻ പഠിച്ചത്. ചില ഔഷധ സസ്യങ്ങൾ കഷ്ടപ്പാടുകളിലാണ് അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ജയൻവർ സാവധാനം തലയാട്ടി, ഏതാണ്ട് അംഗീകാരത്തോടെ. അതാണ് യഥാർത്ഥ വൈദ്യശാസ്ത്രത്തിന്റെ ആദ്യ പാഠം. എല്ലാ അറിവും പുസ്തകങ്ങളിൽ നിന്ന് വരുന്നതല്ല. അവർ അതിനുശേഷം സംസാരിച്ചില്ല. നിശബ്ദതയായിരുന്നില്ല, മറിച്ച് ബഹുമാനമായിരുന്നു. താരിൻ അവന്റെ സാധനങ്ങൾ ശേഖരിച്ചു മാറി നിന്നു. ജയൻവറിന് ചിന്തിക്കാൻ ഇടം നൽകി. അവൻ പുറത്തേക്ക് പോയി. മരുന്നുകൾ തയ്യാറാക്കുന്ന സ്ഥലത്തേക്ക് അവൻ നടന്നു. അടുപ്പ് കാണുന്നതിന് മുമ്പ് തന്നെ തിളയ്ക്കുന്ന വേരുകളുടെ ഗന്ധം അവന്റെ മൂക്കിലേക്കെത്തി. കല്ലിൽ തന്നെ നിർമ്മിച്ച ഒരു വിശാലമായ കളിമൺ തട്ട്. വർഷങ്ങളോളം തീ കൊണ്ട് കറുത്ത നിറം. അടുപ്പിൽ ഒരു വലിയ മൺപാത്രമിരുന്നു. അതിലെ ഉള്ളടക്കം പതിയെ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. നേർത്ത വെളുത്ത ആവി മുകളിലേക്ക് ചുരുണ്ടുകൂടി. രൂക്ഷമായ ഒരു ഗന്ധം വഹിച്ചുകൊണ്ട്, ചെറുതായി കൈപ്പേറിയതും ചെറുതായി മധുരമുള്ളതും വിചിത്രമായ ആശ്വാസം നൽകുന്നതും. ഒരു യുവശിഷ്യൻ പാത്രത്തിനടുത്തു നിന്നു. ഒരു നീണ്ട തടിക്കോലുകൊണ്ട് ഇളക്കിക്കൊണ്ട് പാത്രത്തിന്റെ ഉപരിതലത്തിൽ കണ്ണുറപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവൻ അടുത്തുള്ള പെൺകുട്ടിയെ ഒന്ന് നോക്കും. അവൾ 2 കൈകളിലും ഒരു കടലാസ് ചുരുള് പിടിച്ച് പേരുകൾ ഉച്ചത്തിൽ വായിച്ചു. രോഹൈമ, നെത്തൂൽ, വരാംബീർ, സത്തുൽവേര്, കർവത്ത് തൊലി. അവൾ ഓരോ പേരും വായിക്കുമ്പോൾ ശിഷ്യൻ ഒരു പരന്ന കുട്ടയിൽ നിന്ന് ഉണങ്ങിയ ഔഷധ സസ്യങ്ങളുടെ ഒരു കെട്ട് തിരഞ്ഞെടുത്ത് ശ്രദ്ധാപൂർവം പാത്രത്തിൽ ചേർത്തു. അവൾ തിടുക്കം കാണിച്ചില്ല. അവൻ ശരിയായത് തന്നെയാണോ എടുക്കുന്നതെന്ന് അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവളുടെ ശബ്ദം ഉറപ്പുള്ളതായിരുന്നു. താരിൻ ഏതാനും ചുവടുകൾ അകലെയായി നിന്നു. പേരുകൾ അവന്റെ കാതിൽ പതിഞ്ഞു. ചിലതവൻ തിരിച്ചറിഞ്ഞു, പക്ഷെ മറ്റുള്ളവ അപരിചിതമായിരുന്നു. അവൻ തന്റെ പുസ്തകം വീണ്ടും എടുത്ത് പുതിയതായി കേൾക്കുന്ന പേരുകൾ അതിന്റെ അരികിലായി എഴുതാൻ തുടങ്ങി. അവൻ പേരുകൾ പതിയെ സ്വയം ആവർത്തിക്കുമ്പോൾ യുവതിയുടെ ശബ്ദം പെട്ടെന്ന് നിന്നു. അവൾ തല തിരിച്ച് അവനെ നോക്കി. അവളുടെ മുഖം മുറുകിയിരുന്നു. അവളുടെ പുരികങ്ങൾ ചെറുതായി ചുരുങ്ങി. താരിനെ സംശയത്തോടെ നോക്കി. താരിൻ ശ്രദ്ധിച്ചു. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. അവന്റെ സാന്നിധ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ പുസ്തകമടച്ച് തിരക്ക് കൂട്ടാതെ പതിയെ പുറകുവശത്തേക്ക് നടന്നു. താഴ്വരയിലെ തുറന്ന സ്ഥലങ്ങൾ പോലെ വലിയൊരു ഇടമായിരുന്നില്ല പിൻഭാഗം. ഉയരം കൂടിയ മരങ്ങളും പൊട്ടിയ കൽമതിൽ കെട്ടുകളും കൊണ്ട് അത് ചുറ്റപ്പെട്ടിരുന്നു. പക്ഷെ ആ ചെറിയ സ്ഥലത്ത് ജീവൻ സമൃദ്ധമായി വളർന്നു. ഉയർത്തിയ മൺകിടക്കകൾക്കിടയിൽ അവൻ സാവധാനം നടന്നു. അവിടെയുള്ള ഓരോ ചെടിയും പരിശോധിച്ചു. തൽവേര, അതിന്റെ നേർത്ത തണ്ടുകളും ഇലകളിലെ നിറവും അവൻ തിരിച്ചറിഞ്ഞു. പനിക്കുപയോഗപ്രദമാണ്. പക്ഷെ അവൻ മുന്നറിയിപ്പോർത്തു. അമിത ഉപയോഗം താൽക്കാലിക പക്ഷാഘാതത്തിന് കാരണമായേക്കാം. ആകാശവള്ളികൾ. അവന്റെ ശ്വാസം നിന്നുപോയി. വള്ളി ഒരു തടിപ്പന്തലിൽ ചുരുണ്ടിരുന്നു. സന്ധ്യ കൂടുതൽ ആഴത്തിലായപ്പോൾ ഇലകൾ നേർത്തതായി തിളങ്ങി. കണ്ണിൽപ്പെടാൻ മാത്രം. ഇതവന്റെ അമ്മയുടെ പഴയ കുറിപ്പുകളിൽ മാത്രമേ അവൻ വായിച്ചിട്ടുള്ളൂ. രാത്രിക്കാഴ്ച വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷെ അവനിത് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. കാർവൽ പൂക്കൾ. അവയുടെ ഗന്ധം മൂർച്ചയുള്ളതും കൈപ്പേറിയതുമായിരുന്നു. ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ പേശിവലിവിനുള്ള ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നു. അതവന് നന്നായി ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഈ പൂക്കൾ താഴ്വരയിലെ ഇനങ്ങളെക്കാൾ വലുതായി തോന്നി. ഒരു പക്ഷെ അവ മറ്റൊരു തരമായിരിക്കാം. ഓരോ ചെടിക്കും ഒരു നിശബ്ദ കഥയുണ്ടായിരുന്നു. ഒരുപാട് നേരം അവൻ അവിടെ നിന്നു. വെളിച്ചം മങ്ങി. ഒടുവിൽ അവൻ തിരിഞ്ഞവന്റെ മുറിയിലേക്ക് നടന്നു. അവൻ ഇടനാഴിയിലെത്തിയപ്പോൾ പഴയ ഭയം തിരിച്ചെത്തി.
അവന്റെ വിരലുകൾ പുസ്തകത്തിന് ചുറ്റും മുറുകി. അവന്റെ മുറിയുടെ വാതിൽ തുറന്നിരുന്നു. ഇടനാഴി നിശബ്ദമായിരുന്നു. കാൽപ്പെരുമാറ്റങ്ങളില്ല. മുറിക്കുള്ളിൽ വീണ്ടും ആരോ ഉണ്ട്. അവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ നടന്നു. പാതി തുറന്ന വാതിലിലേക്ക് നോക്കി. പെട്ടെന്ന് മുറിയിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന ആളെ കണ്ട് താരിൻ ഞെട്ടി. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. അവർ രണ്ടുപേരും നിശ്ചലരായി.